ഗൈസ്, ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. പിന്നെ ഞാൻ കാണാത്ത ഒരാളെയും കൂടെ ഞാനിന്ന് അയാളെ കൂടെ കണ്ടിട്ട് കാണാം. ഓളൊരു ദിവസം എന്നോട് പറഞ്ഞു. അപ്പൊ ഇവരുടെ കുളിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങളിപ്പോ ഏത് ബീച്ചിലേക്ക് അവിടെ എത്തിയിട്ട് മരിച്ചില്ല ഗൈസ്, നീയുണ്ട് കണ്ടില്ല ഒന്നുകൂടെ ആയില്ല. ആദ്യം ഇപ്പോഴും വരണ്ടേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞങ്ങൾ ബായ് പറയുന്നില്ല. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഗൈസ്. ഓള് കാല് ഒടിഞ്ഞിട്ട് 3 മാസം ബെഡ് റെസ്റ്റ് ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാം. അപ്പോൾ അവിടെ എത്തിയിട്ടല്ല, അതിന് മുന്നേ കാണേണ്ടി വരും. കരിയുണ്ട്, കരിനെ കാണുമ്പോൾ കാണാം. സോ അങ്ങനെ അറിയാണ്ട് ഞങ്ങൾ 2 പേര് വീണ്ടും ഫ്രൂട്ട്സ് ഓറഞ്ചും ബത്തക്കയും വാങ്ങി. ഇനി നമുക്ക് വൈഷ്ണവിന്റെ അടുത്തേക്ക് കാണാം. ബൈ. റോഡ് പണിയാണെന്ന് ഞങ്ങളോട് വൈഷ്ണവി പറഞ്ഞില്ല. ഞങ്ങൾ എങ്ങനെയോ തുഴഞ്ഞു പോകുന്നു. രാമൻകുട്ടിയുടെ ഹൗസിലേക്കാണ് പോണം കേട്ടോ. രാമൻകുട്ടി ഹൗസ് ഇപ്പം എത്തും. നിമിഷങ്ങൾക്കകം നമ്മൾ എത്തുന്നതാണ്. നമ്മളെത്തി. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ്. ഇതുപോലുള്ള ചങ്കുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. വിളിക്കാൻ പറഞ്ഞിട്ട് ബിസി ആയിരിക്കുക. ഉജ്ജലം എടുക്കുന്നില്ല ഗായ്സ്. ഇപ്പോൾ വീട്ടുകാരെന്താ? ഏതാ, റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ? ഒരു പച്ച പെയിന്റ് അടിച്ച വീട് കണ്ടോ? അതാ ഞങ്ങക്ക് കണ്ണാണൂല അല്ലേ? സാധ്യത മഞ്ഞ പെയിന്റ് അടിച്ച വീട്. വലത് സൈഡാ? നേരെ പോയോക്ക്. ഇവിടെ മറ്റേതൊന്നും ഇവിടെ പച്ച പെയിന്റ് അടിച്ച വീടൊന്നും ഞാൻ കാണില്ല. നേരെ വിട്. പച്ച പെയിന്റ് ഉള്ള വീട് അന്വേഷിച്ച് അതൊക്കെ കഴിഞ്ഞേ. ആ റോഡ് അത് എഴുതിയ റോഡൊക്കെ കഴിഞ്ഞേ. ഫൈനലി നമ്മൾ വൈഷ്ണവിന് വീഡിയോ കോൾ ചെയ്തിട്ട് സ്ഥലം കണ്ടുപിടിച്ചു. ഈ ഇടയിൽ കയറിയാൽ പച്ചപ്പെയിന്റ് ഇതാണ് പച്ചപ്പെയിന്റ് വെച്ച വീട്. കായ്സ്, ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ആരാണ് ഡോർ തുറന്നു തരുക? എടുക്കുന്നില്ലല്ലോ. ഇതിട്ടിട്ട് നടക്കണപ്പാ. നടക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇതങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു.
കഴിഞ്ഞു ഗൈസ്, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു.